15-16 വയസ്സുള്ള പെൺകുട്ടികൾക്ക് അത്രയ്ക്ക് ഒരു ബോധമില്ലെന്നാണ് എൻ്റെ ഒരു ചോദ്യം. 16 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ പണ്ട് ഒരു 16 വയസ്സുള്ള കുട്ടികൾക്കൊന്നും അറിയില്ല, ശരിക്കും അറിയില്ല. അത് വാസ്തവമാണ്. എൻ്റെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ അന്നത്തെ ജനറേഷനിൽ ഒട്ടുമിക്ക കുട്ടികൾക്കും അറിയില്ല. ഇംഗ്ലീഷ് മീഡിയമൊക്കെ പഠിച്ച ഒരുവിധം കുട്ടികൾക്ക് മാത്രം വിദ്യാഭ്യാസം കുറച്ചുകൂടെ ഉണ്ട് എന്ന് പറയാം, അല്ലാതെ ഉള്ളവർക്ക് അറിയില്ല ശരിക്കും. ഇന്നത്തെ 16-10 വയസ്സുള്ള കുട്ടികൾക്ക് എല്ലാം അറിയാം. അപ്പോൾ ഇന്നത്തെ ജനറേഷനിൽ വളരുന്ന ഈ 16 വയസ്സ് 15 വയസ്സ് പ്രായമുള്ള കുട്ടികൾ ഒരു തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ ചിന്തിക്കണ്ടേ അത് തെറ്റാണ് അല്ലെങ്കിൽ തെറ്റായിപ്പോവും. ഒരു വാഴയില എടുത്ത് വെച്ചിട്ട് നമ്മളതിലൊരു മുള്ളു കുത്തി ഇറക്കിയാൽ വാഴയിലയാണ് കീറിപ്പോവും, ടക്കെന്ന് കീറിപ്പോവും. ഒരൊറ്റൊരു ദൂരം ഇട്ടാൽ മതി, അതിങ്ങനെ കീറി അങ്ങ് പോകും. പിന്നെ ആ ഇല നമുക്ക് ഉപയോഗിക്കാനേ കൊള്ളത്തില്ല, അത് കളയാനേ കൊള്ളാവും. ഇലയിൽ ഓട്ട വീണ് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കാനോ ഫുഡ് ഇടാനോ പറ്റത്തില്ല അല്ലേ. ഇപ്പോൾ ഒരു 16-15 വയസ്സുള്ള പ്രായമുള്ള കുട്ടികൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുമ്പോൾ എന്തിനാണ് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ളൊരു സെൻസ് വേണ്ടേ. 16 വയസ്സുള്ളൊരു കുട്ടിയെ ആ കുട്ടിയുടെ ബോയ് ഫ്രണ്ട് വിളിച്ചുകൊണ്ട് കാട്ടിനകത്ത് പോയിട്ട് അവന്മാരുടെ കിങ്കരന്മാർ, ഈ 16 വയസ്സുള്ള അവന്മാരുടെ, അവനും 16 വയസ്സായിരിക്കും, ഏകദേശ പ്രായം ഇവർ രണ്ടും ഒരുപോലെയാണ് എനിക്ക് തോന്നുന്നത്, കിങ്കരന്മാർ അല്ലെങ്കിൽ അവന്മാരുടെ കൂട്ടത്തിലുള്ള കുറേ തല്ലിപ്പൊളി ചെറുക്കന്മാർ കൂടെ വന്നിട്ട് ഈ കൊച്ചിനെ പീഡിപ്പിക്കുകയാണ്. അവിടെയും പിടിച്ച് ഇവിടെയും പിടിച്ച് അതും ചെയ്ത് ഇതും ചെയ്ത് കൊച്ചിനെ ടോർച്ചർ ചെയ്യുകയാണ്. കുഞ്ഞു പറയുകയാണ്, എന്നാ ചെയ്യല്ലേ ഞാൻ ചത്തുപോകും, എന്നെ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ ഞാൻ ചത്തുപോകുമെന്ന്. അപ്പോൾ ആ കൂടെ കൊണ്ടുപോയവൻ എത്ര ബുദ്ധിയുള്ളവനാണെന്ന് ആലോചിച്ച് നോക്കി. അവൻ കൂട്ടിക്കൊടുക്കാൻ കൊണ്ടുപോയതാണ്, അല്ലാതെ അവന് മാത്രം ഉപയോഗിക്കാനല്ല. അപ്പോൾ അവൻ ഈ കുഞ്ഞിനെ സ്നേഹിച്ചതല്ല, അവൻ ചതിക്കുകയായിരുന്നു. പ്രണയം നടിച്ച് ഈ കുട്ടിയെ കാട്ടിനകത്ത് കൊണ്ടുപോയി ഒത്തിരി അവന്മാർക്ക് വിട്ടുകൊടുക്കുകയാണ്. എന്താ അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്നത്തെ ജനറേഷൻ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന് കറങ്ങാം, ഒന്ന് ചിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് ചിരിക്കാം, എവിടെയെങ്കിലും നമുക്കൊരല്പനേരം സംസാരിക്കാം എന്ന് പറഞ്ഞ് റൂം എടുക്കാം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, കുട്ടികളായി നമ്മൾ ചിന്തിക്കണം, തെറ്റാണ്. അവിടെ അരുതാത്തത് എന്തെങ്കിലും സംഭവിക്കും, പോകാൻ പാടില്ല. ഇല മുള്ളിൽ വീണാലും മുള്ളിലയിൽ വീണാലും ഇലയ്ക്കാണ് കേട്, നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മളത് ബ്രെയിൻ വർക്ക് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വഴിതെറ്റാതെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇത് കിങ്കരന്മാർ, ഇതിനകത്തുണ്ട്, കിങ്കരന്മാർ കൊണ്ടുപോയി ആ കുട്ടിയെ ബലാത്കാരമായി പീഡിപ്പിക്കുകയാണ്. ബലാത്കാരമായി പീഡിപ്പിക്കുകയാണ്. എന്താ പറയാനാ, 16 വയസ്സ് പ്രായം, അതിന് ശരീരമില്ല, ഒന്നുമില്ല, അതൊരു കുഞ്ഞു കൊച്ച്. അതിന് ഇത്രയും പയ്യന്മാർ ചേർന്ന് അതിനെ എന്താ പറയണത് അറിയില്ല. ആ വീഡിയോ കാണിക്കാൻ പറ്റത്തില്ല, കാരണം അതിൻ്റെ മുഖം ഉൾപ്പെടെ അതിൽ കാണിച്ചിട്ടുണ്ട്. ഒരു പെൺകുട്ടിയാണ്, കൊച്ചുകുട്ടിയാണ്, ആ കൊച്ചുകുട്ടിയുടെ മുഖം ഉൾപ്പെടെ അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാനത് കാണിക്കുന്നത് ശരിയല്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ ഇവിടെ തന്നെയാണ്, ഈ കൊച്ചു കേരളത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, ദൂരെയെങ്ങുമല്ല. അച്ഛനമ്മമാർ രാവിലെ ജോലിക്ക് പോകും കുട്ടികളെ വളർത്താൻ വേണ്ടി, അവർ അവരുടെ പാഠം നോക്കി പോകും. അമ്മയ്ക്കൊരു മുറി, അച്ഛനൊരു മുറി, മക്കൾക്കൊരു മുറി. ഇങ്ങനെ ആവുമ്പോൾ മക്കൾ വഴിതെറ്റാൻ ഒരുപാട് സമയം വേണ്ട. അമ്മ ചോദിക്കും, എന്താ മക്കളെ കഥവടച്ചിട്ടിരിക്കുന്ന, പഠിക്കുകയാ? എന്ത് പഠിത്തവാ? ബുക്കിനകത്ത് മൊബൈൽ വെച്ച് ചാറ്റുകയാ. ഈ അല്പസുഖം, ഈ 16-18 വയസ്സ് വരെയുള്ള ഒരു കൗമാരപ്രായത്തിലുണ്ടാവുന്ന വികാരങ്ങളും വിചാരങ്ങളും ഉണ്ടാവുന്ന അല്പസുഖമാണ് ആ പ്രായത്തിൽ. അത് നമുക്കൊരുപാട് നഷ്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്. സെക്സിന് വേണ്ടിയിട്ട്, അല്പം ഒരു സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോകും. പിന്നെ അല്ലാതെ എന്തിനാണ് പോകുന്നത് ഇവളുമാരെന്തിനാണ് ഇവന്മാരുടെ കൂടെ പോകുന്നത്? വിളിക്കുമ്പോൾ കെട്ടിപ്പിടിക്കുമ്പോൾ അറിയില്ലേ, ഉമ്മ വെക്കുമ്പോൾ അറിയില്ലേ, നമ്മുടെ ശരീരം വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ അറിയില്ലേ തെറ്റാണത്, അല്ലെങ്കിൽ തെറ്റ് ചെയ്യാൻ പോകുകയാണെന്ന്. എന്താണ് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എത്ര കിട്ടിയാലും കുട്ടികൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കേൾക്കുന്നുണ്ട്. പിന്നെ ചക്കര വാക്കുകൾ പറയുമ്പോൾ വീണ് പോവും, ഇല്ല എന്ന് പറയുന്നില്ല. നമ്മളായാലും ഓരോരുത്തരുടെ സംസാരങ്ങളിൽ നമ്മൾ വീണു പോകും, അത് വാസ്തവം തന്നെയാണെങ്കിൽ ഇന്നത്തെ ജനറേഷൻ കുട്ടികൾക്ക്
ഒരുപാട് കാര്യങ്ങൾ അറിയാം, ബുദ്ധിയുള്ള കുട്ടികളാണ്, ബുദ്ധിയും അറിവും കഴിവും ഒക്കെ ഉള്ള കുട്ടികളാണ്. അപ്പോൾ അവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നാണ് എൻ്റെ ചോദ്യം. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്കൊന്നും അറിയില്ല. ഞാൻ ചിന്തിച്ചിരുന്ന കെട്ടിപ്പിടിച്ചാൽ കുട്ടിയുണ്ടാവും. എൻ്റെ ചിന്ത അങ്ങനെയായിരുന്നു. എനിക്കറിയില്ല, കെട്ടിപ്പിടിച്ചാൽ കുട്ടിയുണ്ടാവും, അത് വാസ്തവം. കാരണം പണ്ടൊക്കെ പിന്നെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിലൊരു വീട്ടിലാണ് ഒരു ടി വി. അപ്പം ആ ടി വിയിൽ സിനിമ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. കുറച്ച് സ്റ്റണ്ട് ഉണ്ടാവും, കുറച്ച് ജീവിത കഥകളുണ്ടാവും, പ്രാരാബ്ധങ്ങൾ, ദുഃഖങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതിനിടയിൽ രണ്ടുപേർ തമ്മിൽ പ്രണയിക്കും. അപ്പോൾ ഒരു പാട്ട് സീൻ വരും. ആ പാട്ട് സീനിൽ കുറച്ച് ഡാൻസും കലാപരിപാടികളൊക്കെ കാണും. കുറച്ച് നേരം കഴിയുമ്പോൾ കെട്ടിപ്പിടിക്കും, ഒരു ഉമ്മ കൊടുക്കും, കെട്ടിപ്പിടിക്കും. പിന്നെ കുഞ്ഞ് തൊട്ടിൽ കിടന്നിങ്ങനെ ആടുന്നത് കാണാം. അപ്പം എൻ്റെ ചിന്ത, കെട്ടിപ്പിടിച്ചാൽ കുട്ടിയുണ്ടാവും. ഞാൻ ചിന്തിച്ചിരുന്നത് അങ്ങനെയാണ്. എന്നെപ്പോലെ ഒത്തിരി കുട്ടികൾ ചിന്തിച്ചിട്ടുണ്ടാവും അന്നത്തെ ജനറേഷനിൽ. കാരണം അറിയില്ല, ഓരോ വിദ്യാഭ്യാസം, അതായത് ഇംഗ്ലീഷ് മീഡിയമൊക്കെ പഠിച്ച് ആ മേഖലയിൽ കടന്നു പോകുന്ന കുട്ടികൾക്ക് ഒരു പക്ഷേ അറിയാൻ പറ്റും ഇതെന്താണ് അതെന്താണെന്ന്. പക്ഷേ ഇന്നത്തെ കാലത്ത് വല്ലപ്പോഴും മാസത്തിലൊരു സിനിമ കണ്ടിരുന്നു. അപ്പോൾ അതിൽ കാണുന്ന എങ്ങനെയാണ്, ഒരു പാട്ട് സീൻ വരും, കെട്ടിപ്പിടിക്കും, കുട്ടിയുണ്ടാവും. അപ്പോൾ എൻ്റെ ചിന്ത അങ്ങനെയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നത്തെ ജനറേഷൻ അങ്ങനെയല്ല. കുട്ടി എങ്ങനെ ഉണ്ടാക്കാം, കുട്ടി എങ്ങനെ ഉണ്ടാകും, എന്ത് ചെയ്താൽ കുട്ടി ഉണ്ടാകും, ഇതെല്ലാം ഇന്നത്തെ ജനറേഷൻ കുട്ടികൾക്കറിയാം. അവരിങ്ങോട്ട് പറഞ്ഞിരുന്നു, നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ കുട്ടികൾ മനസ്സിലാക്കണം ഇത്. അല്ലെങ്കിൽ ഇതുപോലുള്ള വൻ ചതിക്കുഴികളിൽ സ്വയം വീണെന്നിരിക്കും. കുട്ടികളാണ് മനസ്സിലാക്കേണ്ടത്. ഞാനത് ചെയ്യാൻ പാടില്ല, ഞാനത് ചെയ്യാൻ പാടില്ല, അല്ലെ അങ്ങനെയല്ല ഇങ്ങനെയല്ല. കുട്ടികളാണ് മനസ്സിലാക്കേണ്ടത്. അത് മറ്റുള്ളവർ മനസ്സിലാക്കിയിട്ട് യാതൊരു കാര്യമില്ല. അച്ഛനമ്മമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ജോലിക്ക് പോകണ്ടേ? കുട്ടികളെ നോക്കി ഇവിടെ തന്നെ ഇരിക്കാൻ പറ്റില്ല. കുട്ടികൾ എന്ത് ചെയ്യണം? അച്ഛനമ്മമാർ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, നമ്മൾ അവർക്ക് വേണ്ടി, അവരുടെ കണ്ണിന് ചോര വരാതെ ഇരിക്കാൻ വേണ്ടി നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്യാമെന്ന് കുട്ടികൾ ചിന്തിക്കണം. ഇത് കുട്ടികളും ചിന്തിക്കില്ല. ഇങ്ങനെയായാൽ എങ്ങനെ മുന്നോട്ട് പോകും? ഒരിക്കലും ഇങ്ങനെയായാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ആ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. എന്ത് പറയണമെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ കുട്ടികളെ സൂക്ഷിക്കുക. കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ശരീരം പിച്ച് ചീന്താനായിട്ട് ഇവന്മാർക്ക് എറിഞ്ഞു കൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഉമ്മ കിട്ടിയത് കൊണ്ട് നമുക്ക് കാലം മുഴുവനും സുഖിക്കാൻ പറ്റില്ല. ഒരല്പനേരം കെട്ടിപ്പിടിച്ചിരുന്നത് കൊണ്ട് നമുക്ക് കാലം മുഴുവനും സുഖിക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ വേറെ പലതും നമുക്ക് നേടിയെടുക്കാനുണ്ട്. ഒരു ജോലി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതിലൊക്കെ എത്തിയതിനു ശേഷം ഒരു കല്യാണം, ഒരു ജീവിതം, നമ്മൾ അതിലേക്ക് കിടക്കുകയാണെന്ന്. ഇന്നത്തെ കൊച്ചു കുട്ടികൾ പഠിക്കണ്ട, അവർക്ക് സെക്സ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് കറങ്ങാൻ പോകണം, അല്ലെങ്കിൽ അവർക്ക് റൂം എടുക്കണം. ഇങ്ങനെ പല പല കാര്യങ്ങളാണ് അവർ ചിന്തിക്കുന്നത്. പഠിക്കണമെന്നുള്ള ചിന്ത പോലും ഇല്ലാത്ത കുട്ടികളാണ് ഏറെക്കുറെ കുട്ടികൾ. എന്തിനാണ് കുളിക്കുന്നത്, എന്തിനാണ് നനയ്ക്കുന്നത്, എന്തിനാണ് പല്ലി വയ്ക്കുന്നത്, എന്തിനാണ് അവിടെ പോകുന്നത്, എന്തിനാണ് അവിടെ പോകുന്നത്? കുറേ അവന്മാരും കുറേ അവളുമാരും ഒന്നിച്ച് ചേർന്നാൽ പിന്നെ ഒന്നും പറയണ്ട. ഒരു 10 ആണും ഒരു 5 പെണ്ണും, അല്ലെങ്കിൽ 10 പെണ്ണും ഒരു 5 ആണും. ഇങ്ങനെയൊക്കെയാണ് ഇവന്മാരുടെ നടത്തം, ഇവന്മാരുടെ ഇവളുമാരുടെ. പക്ഷെ 2 കാറ്റഗറിയിലും ചതി ഒളിഞ്ഞിരിപ്പുണ്ട്, ആണിലും പെണ്ണിലും. പക്ഷെ രണ്ടുപേരും അത് മനസ്സിലാക്കുന്നില്ല. എന്താ പറയുക?